പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ആദ്യ മറുപടിയായിരുന്നു സിന്ധു നദീജല കരാർ പിൻവലിച്ചത്. നയതന്ത്ര മിന്നലാക്രമണം എന്ന് പറയാവുന്ന നടപടി പക്ഷേ ഇന്ത്യയുടെ ഏറ്റവും ബുദ്ധിപരമായ നീക്കങ്ങളിലൊന്നാണ്. ഈ നടപടി പാകിസ്ഥാനെ ബാധിക്കാൻ പോകുന്നത് ചെറിയ രീതിയിലല്ല. പാകിസ്ഥാന്റെ കാർഷിക ഊർജ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധികൾക്ക് ഇത് കാരണമാകും. എന്താണ് സിന്ധു നദീജല കരാർ? ഏതെല്ലാം രീതിയിലാണ് ഇത് പാകിസ്ഥാനെ ബാധിക്കുന്നത്? എന്താണ് ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1960 സെപ്റ്റംബർ 19 ഒപ്പുവെച്ച ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ. സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ചതാണ് കരാർ. ഇതുപ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൊത്തം ജലത്തിന്റെ 20% ഇന്ത്യക്കും 80% പാകിസ്ഥാനും ഉപയോഗിക്കാൻ കഴിയും. ഇന്ത്യയിൽ ഉദ്ഭവിച്ച് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയുടെ ജലത്തിന്റെ ഉപയോഗത്തിൽ വലിയ വിട്ടുവീഴ്ചയാണ് ഇന്ത്യ കരാർ പ്രകാരം ചെയ്തിരിക്കുന്നത്. ഈ കരാറാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാന് മേൽ ഇന്ത്യ ഏൽപ്പിച്ച ഏറ്റവും വലിയ പ്രഹരമാണ് ഈ നീക്കം. സിന്ധു നദി വഴി വരുന്ന ജലത്തിന്റെ 90 മുതൽ 94% പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് കൃഷി ആവശ്യത്തിനാണ്. ഏകദേശം 16 ദശലക്ഷം ഹെക്ടർ ഭൂമിയിലേക്ക് ആവശ്യമുള്ള ജലസേചനമാണ് സിന്ധു നദീജല സംവിധാനത്തിലൂടെ പാകിസ്ഥാന് ലഭിക്കുന്നത്. പാകിസ്ഥാനിലെ കൃഷിഭൂമിയുടെ 80% നിലനിൽക്കുന്നത് ഈ ജലസേചനത്തെ ആശ്രയിച്ചാണ്. പാകിസ്ഥാന്റെ വൈദ്യുതി ഉൽപാദന ശേഷിയുടെ 24 മുതൽ 30% വരെ ജലവൈദ്യുത പദ്ധതികൾ ആശ്രയിച്ചു. ടാർബോള, മംഗ അണക്കെട്ടുകൾ ഉൾപ്പെടെ 13 പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് പടിഞ്ഞാറൻ നദികളിൽ സ്ഥിതി ചെയ്യുന്നത്. കരാർ മരവിപ്പിച്ചതിലൂടെ ഊർജ്ജ മേഖലയെ വലിയ രീതിയിലാണ് ബാധിക്കുക. വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഈ നടപടിയിലൂടെ പാകിസ്ഥാനെ ഇന്ത്യ എത്തിച്ചിരിക്കുന്നത്. കടുത്ത ജലക്ഷാമം അനുഭവിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. 1981 കണക്കുകൾ പ്രകാരം രാജ്യത്തെ പ്രതിശീർഷ ജലലഭ്യത 50,000 ക്യൂബിക് മീറ്ററിൽ നിന്ന് 10,000 ക്യൂബിക് മീറ്ററായി കുറഞ്ഞിരുന്നു. 2025 ഇത് 860 ക്യൂബിക് മീറ്ററിൽ താഴെ എത്തിയിരിക്കുമെന്നാണ് നിഗമനം. സമാന കാലാവസ്ഥയിലുള്ള രാജ്യങ്ങൾക്കുള്ള 120 ദിവസത്തെ വാട്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി പാകിസ്ഥാനെ സംബന്ധിച്ച് 30 ദിവസം മാത്രമാണ്. അത്രത്തോളം ജലപ്രതിസന്ധി അനുഭവിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതിനാൽ തന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെ വലിയ ജലപ്രതിസന്ധിയിൽ എത്തിക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാകിസ്ഥാനിൽ ഈ നടപടി എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം. 30 ദിവസത്തെ മാത്രം ജലസംഭരണമുള്ള രാജ്യമായതിനാൽ വൈകാതെ തന്നെ ഇതിന്റെ അനന്തരഫലങ്ങൾ പാകിസ്ഥാനിൽ അലയടിക്കും. പാകിസ്ഥാനിലെ ഖരീഫ്, റാബി തുടങ്ങിയ വിളകളെ ഇത് സാരമായി ബാധിക്കും. കനാലുകളുടെ അറ്റത്തുള്ള കർഷകരെ ഇത് പ്രതിസന്ധിയിലെത്തിക്കും. വയലുകൾ വരണ്ടുണങ്ങി തരിശുഭൂമിയാകും. ജലസേചന സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാകും. പാകിസ്ഥാനിലെ പ്രധാന വിളകളായ ഗോതമ്പ്, അരി, കരിമ്പ്, പരുത്തി എന്നിവ ആശ്രയിച്ചിരിക്കുന്നത് സിന്ധു നദിയെയാണ്. കരാർ മരവിപ്പിക്കുന്നതിലൂടെ വൻതോതിലുള്ള വിളനാശത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും. വലിയ വില കൊടുത്ത് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട അവസ്ഥ വരും. ഇത് സാധാരണക്കാരുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലാക്കും. പാകിസ്ഥാനിലെ തൊഴിലാളികൾ പകുതിയോളം പേർ ആശ്രയിക്കുന്നത് കൃഷിയെയാണ്. കൃഷിയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി തൊഴിലവസരങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കും. പാകിസ്ഥാന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 19 മുതൽ 20% വരെ കൃഷിയാണ്. ഏകദേശം 65% ആളുകൾ ഉൾപ്പെടുന്ന ഗ്രാമീണ മേഖലയുടെ പ്രധാന ഉപജീവന മാർഗവുമാണിത്. സിന്ധു, ജലം, ചെനാബ് എന്നിവിടങ്ങളിലെ ജലവൈദ്യുത നിലയങ്ങളായ ടർബേല, മംഗ, വാർസക് എന്നിവിടങ്ങളിലെ ജലവിതരണം തടസ്സപ്പെടാനും സാധ്യതകളുണ്ട്. ഇത് പാകിസ്ഥാന്റെ മൊത്തം വൈദ്യുതി ശേഷിയുടെ 25 മുതൽ 30% വരെ ബാധിക്കും. ഇതിനെ അതിജീവിക്കാൻ പാകിസ്ഥാന് ഫർണസ് ഓയിൽ, LNG എന്നിവ ഇറക്കുമതി ചെയ്യേണ്ടി വരും. എന്നാൽ ഇത് ഊർജ്ജ ചെലവ് ഗണ്യമായി വർദ്ധിക്കാനും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനും കാരണമാകും. ജലക്ഷാമവും വൈദ്യുതി മുടക്കവും വഴിവെക്കുക വ്യാപകമായ പ്രതിഷേധങ്ങളിലേക്കായിരിക്കും. ജനങ്ങളുടെ രോഷം പ്രതിഷേധങ്ങളിലേക്കും സർക്കാരിനോടുള്ള വിശ്വാസക്കുറവിലേക്കും നയിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാം. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ജലവൈദ്യുത ക്ഷാമം പാകിസ്ഥാന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കും. കൃഷി, വ്യവസായം എന്നിവ തകരാനും ഭക്ഷ്യോൽപാദനം കുറയാനും കാരണമാകും. പണപ്പെരുപ്പം കുതിച്ചുയരുകയും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുകയും ചെയ്യും. ജല ഉപയോഗം അമിതമായി വേണ്ട തുണിത്തരങ്ങൾ അടക്കമുള്ള മേഖലകളെയായിരിക്കും ഇത് കൂടുതലായി ബാധിക്കുക. ഫാക്ടറികൾ അടച്ചുപൂട്ടാനും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാനും ഇത് കാരണമാകും. വലിയ സാമൂഹിക പ്രതിസന്ധികളും ഇതുമൂലം ഉണ്ടായേക്കാം. ശുചിത്വ പ്രശ്നങ്ങൾ വർദ്ധിക്കാനും രോഗങ്ങൾ വ്യാപകമായി പടർന്നു പിടിക്കാനും തുടർച്ചയായ ജലക്ഷാമം കാരണമാകും. വരൾച്ചയും തൊഴിലില്ലായ്മയും രോഗങ്ങൾ വർദ്ധിക്കുന്നതും കൂടി ആകുന്നതോടെ സിന്ധിൽ നിന്നും ദക്ഷിണ പഞ്ചാബിൽ നിന്നുമുള്ള ആളുകൾ കറാച്ചി, ലാഹോർ പോലുള്ള നഗരങ്ങളിലേക്ക് കുടിയേറേണ്ടി വരും. സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും
ക്രമസമാധാനം ഇല്ലാതാവുകയും ചെയ്യും. സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രതിസന്ധികളിലേക്ക് എത്തുമ്പോൾ അത് ഭരണത്തെയും ബാധിക്കും. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള അവസരമാണിത്. CPECയെ ചൊല്ലി ചൈനയുമായും ജലസ്രോതസ്സുകളെ ചൊല്ലി അഫ്ഗാനിസ്ഥാനുമായുള്ള തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാകും. സിന്ധു നദീജല കരാറിലെ ജലം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ഇന്ത്യ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഷാപ്പൂർ കണ്ടി അണക്കെട്ട് പദ്ധതിയും രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതിയും അതിൽ പ്രധാനപ്പെട്ടതാണ്. ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനുമായി നദിയുടെ ഒഴുക്കും നിയന്ത്രിച്ചിട്ടുണ്ട്. ലഡാക്കിലെ സിന്ധു നദിയിലെ നിമുബസ്കോ ജലവൈദ്യുത നിലയം കൂടുതൽ വൈദ്യുതി ഉൽപാദനത്തിനായി ഇനി ഇന്ത്യ ഉപയോഗിക്കും. ഇത്തരത്തിൽ തന്ത്രപരമായാണ് ജലം തിരിച്ചുവിടാനുള്ള പദ്ധതികൾ ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ജലം ഇന്ത്യക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ. ഇന്ത്യയുടെ ജലയുദ്ധം ശബ്ദ കോലാഹലങ്ങൾ കൊണ്ടല്ല, തന്ത്രങ്ങൾ കൊണ്ടാണ് മെനഞ്ഞിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഭീകരതയും വർഗീയതയും ഇന്ത്യക്ക് മേൽ ചൊരിഞ്ഞിട്ടും സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ പിൻവലിച്ചിരുന്നില്ല. അത് നമ്മൾ പാലിച്ച മര്യാദയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യയെ കൊണ്ട് ഇത്തരത്തിലുള്ള കടുത്ത തീരുമാനമെടുപ്പിച്ചത് പാകിസ്ഥാന്റെ ചെയ്തികൾ തന്നെയാണ്. ഇന്ത്യ നൽകുന്ന സന്ദേശം തികച്ചും വ്യക്തമാണ്. രക്തത്തിനും ജലത്തിനും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കില്ല. ഉടമ്പടി താൽക്കാലികമായി പിൻവലിച്ചുകൊണ്ട് തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയും പാകിസ്ഥാനുള്ള മറുപടി നൽകുകയുമാണ് ഇന്ത്യ. തുരങ്കങ്ങൾ നിർമ്മിച്ചും അണക്കെട്ടുകൾ നിർമ്മിച്ചും കാലങ്ങളായി ഇന്ത്യ നടത്തിയ തയ്യാറെടുപ്പുകളുടെ തുടർച്ചയാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതിന്റെ അനന്തരഫലങ്ങൾ പാകിസ്ഥാനെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.